ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ 5 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമന്റ് ബോക്സിൽ അതിന്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, അതിൽ കയറി ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ അതായത് ഡിസംബർ 5 കറണ്ട് അഫയേഴ്സിൽ. ഡിസംബർ 5 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം മണ്ണ് ദിനം അല്ലെ, ലോക മണ്ണ് ദിനമാണ് എന്തെന്ന് പറയുന്നത്, ഡിസംബർ 5 എന്ന് പറയുന്നത്. അപ്പൊ നമ്മോട് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2025 ലോക മണ്ണ് ദിന തീം എന്താണെന്ന് ചോദിച്ചാല് 2025 തീം എന്ന് പറയുന്നത് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. എന്താണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് എന്നുള്ളതാണ് എന്ത് 2025 ലോക മണ്ണ് ദിന തീം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപിനാണ്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപിനാണ്. നിലവിലെ ഫിഫ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജിയാനി ഇൻഫാന്റിനോ. ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ് നിലവിലെ ഫിഫ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ആരാണ്? ജിയാനി ഇൻഫാന്റിനോ. നെക്സ്റ്റ്, 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് അല്ലെ. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 16 കരാറുകളിൽ ഒപ്പിടുകയും ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണം 2030 വരെ തുടരും. 16 കരാറുകളിൽ ഒപ്പിടുകയും ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണം 2030 വരെ തുടരും. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദി എന്ന് പറയുന്നത് ജപ്പാനാണ്. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ജപ്പാനാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത്, രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ. എന്താണ് എവിടെ നടന്നത്? രാജസ്ഥാനിൽ. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ് ബോളിൽ ജേതാക്കളായത് ആരാണ്? MG സർവകലാശാല. ഓക്കെ, MG സർവകലാശാലയാണ് രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ് ബോളിൽ നേതാക്കളായിട്ടുള്ളത്. ആരാണ്? MG സർവകലാശാല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് എന്നാ? ഡിസംബർ 5. 2025 തീം എന്തായിരുന്നു? ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. അതുപോലെ പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഡൊണാൾഡ് ട്രംപിനാണ്. നിലവിലെ ഫിഫ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജിയാനി ഇൻഫാന്റിനോ. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 16 കരാറുകളിൽ ഒപ്പിടുകയും ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണം 2030 വരെ തുടരും. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ് ബോളിൽ ജേതാക്കളായത് MG സർവകലാശാലയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രാജ്യത്തെ വിവിധ മേഖലയിലെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി, രാജ്യത്തെ വിവിധ മേഖലയിലെ ഭാഷാപരമായിട്ടുള്ള അന്തരം ഒഴിവാക്കാനായി ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠ്യപദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയത്? ഏതാണ്? ഉത്തർപ്രദേശ്. രാജ്യത്തെ വിവിധ മേഖലയിലെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠ്യപദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്തെ? ഉത്തർപ്രദേശ്. ഇനി ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായത് ആരാന്നറിയോ? ലുവാന ലോപ്പസ് ലാറ. ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരി ആരാണ്? ലുവാന ലോപ്പസ് ലാറ. ആരാണ്? ലുവാന ലോപ്പസ് ലാറയാണ്. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹിക പരിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാകുന്നത്
ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാനം കർണാടകയാണ്. സാമൂഹിക ബഹിഷ്കരണം നടത്തിയാൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. 3 വർഷം തടവ് 1 ലക്ഷം രൂപ പിഴ. 2025 ഡിസംബറിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് മേജർ ജനറൽ റോമൻ ഗോഫ്മാന്. അല്ലെ, എന്താണ് മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ ആണ് എന്നെന്ന് പറയുന്നത് 2025 ഡിസംബറിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത്. അടുത്തിടെ പഞ്ചാബ് ഏത് മത്സ്യത്തെയാണ് സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത്? രോഹു അല്ലെങ്കിൽ ലാബിയോ റോഹിത. എന്താണ്? അടുത്തിടെ പഞ്ചാബ് ഏത് മത്സ്യത്തെയാണ് സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത്? അപ്പൊ ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് രോഹു എന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ്? പഞ്ചാബിന്റെയാണ് അല്ലെ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ലാബിയോ രോഹിത എന്ന് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി വെക്കാം. രാജ്യത്തെ വിവിധ മേഖലയിലെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായി ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠ്യ പദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയത്? ഉത്തർപ്രദേശ്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായത് ലുവാന ലോപ്പസ് ലാറയാണ്. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ഉൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തെ ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന സംസ്ഥാനം കർണാടകയാണ്. സാമൂഹിക ബഹിഷ്കരണം നടത്തിയാൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. 2025 ഡിസംബറിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ ആണ്. ഓക്കെ, അടുത്തിടെ പഞ്ചാബ് ഏത് മത്സ്യത്തെയാണ് സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത്? രോഹുവിനെയാണ് അല്ലെ, ലാബിയോ രോഹിത. ഇനി അടുത്ത നോക്കാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തിയാണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. നിലവിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതായത് ITBP, നിലവിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP മേധാവിയാണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. അപ്പോ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തിയാണ് പ്രവീൺ കുമാർ. നിലവിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP മേധാവിയാണ് പ്രവീൺ കുമാർ. ദൽജിത് സിംഗ് ചൗധരി വിരമിച്ചതിനാലാണ് പ്രവീൺ കുമാർ, ആര് വിരമിച്ചതുകൊണ്ട്? ദൽജിത് സിംഗ് ചൗധരി, അതുകൊണ്ടാണ് പ്രവീൺ കുമാർ BSFന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. BSF അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ അധിക ചുമതല ഏറ്റെടുത്തത് പ്രവീൺ കുമാർ ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. 2025 ക്രോസ്വേർഡ് പരിഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദി ഡേ ദി എർത്ത് ബ്ലൂംഡ് എന്ന മലയാളം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് നിലം പൂത്തു മലർന്ന നാള്. എന്താണ്? 2025 ക്രോസ്വേർഡ് പരിഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദി ഡേ ദി എർത്ത് ബ്ലൂംഡ് ഏതു മലയാളം നോവലിന്റെ ദി ഡേ ദി എർത്ത് ബ്ലൂംഡ് എന്നത് ഏത് മലയാളം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് എന്ന് ചോദിച്ചാൽ നിലം പൂത്തു മലർന്ന നാൾ എന്നുള്ളതാണ്. അതിന്റെ രചന മനോജ് കുരൂരാണ്. അതുപോലെ പരിഭാഷ ആരായിരുന്നു? ജെ ദേവിക. രചന മനോജ് കുറൂർ, അതുപോലെ പരിഭാഷ ആരായിരുന്നു? ജെ ദേവികയാണ്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ നോക്കി നോക്കാം നമുക്ക് ഈ ഒരു പേജ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി അധിക ചുമതലയേറ്റ വ്യക്തി ആരാണ്? പ്രവീൺ കുമാർ ആണ്. നിലവിൽ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP മേധാവിയാണ് പ്രവീൺ കുമാർ. ദൽജിത് സിംഗ് ചൗധരി വിരമിച്ചതിനാലാണ് പ്രവീൺ കുമാർ BSFന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. 2025 ക്രോസ്വേർഡ് പരിഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദി ഡേ ദി എർത്ത് ബ്ലൂംഡ് ഏത് മലയാളം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? നിലം പൂത്തു മലർന്ന നാള്. രചന മനോജ് കുരൂരാണ്. പരിഭാഷ ജെ ദേവികയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലുള്ള പോൾ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. പിന്നെ ഒരു കാര്യം, ടെലഗ്രാം ലിങ്കിന്റെ കാര്യം മറക്കരുത് കേട്ടോ. ഓക്കെ.